വെൽക്കം ടു ആദി വിത്തമ്മ. ഇന്ന് ഞങ്ങളിവിടെ ഡീപ്പ് ക്രേക്ക് എന്ന് പറഞ്ഞ ഒരു പിക്നിക് സ്പോട്ടിലാണ്. ഒരു ഡീപ്പ് ക്രേക്ക് ലേക്ക്. ആ ലേക്കിന് ചുറ്റിനും കുറച്ച് പിക്നിക് ഏരിയ ഉണ്ട്, ചെറിയ ബീച്ചുണ്ട്, ട്രക്കിങ്ങിനുള്ള സ്ഥലമുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ഡേ ഔട്ട് അവിടെയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. One, two, three, four, five, six. ഇത് ഡീപ്പ് ക്രേക്ക് ലേക്കിനോട് ചേർന്നുള്ളൊരു പാർക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ഷാലോ ആയിട്ടുള്ള ഒരു ലേക്കിൻ്റെ ഷെയ്ഡ് കുറച്ച് ഷാലോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബീച്ച് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞതിലൊരു കാര്യം തെറ്റിപ്പോയി കേട്ടോ. ഡേ ഔട്ടല്ല, ആക്ച്വലി ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പാണ്. ഇന്ന് നമ്മളൊരു ക്യാബിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ വെള്ളത്തിലിറങ്ങുക അങ്ങനെയുള്ളൊരു ഇൻറ്റൻഷനല്ല, വളരെ റിലാക്സിങ് ആയിട്ട് ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ വന്നതാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലിറങ്ങാനുള്ള പ്രിപ്പറേഷനൊന്നുമില്ല. ഞങ്ങളിവിടെ വന്ന് ശരിക്കും ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോർത്ത് വൈകിട്ട് വെളിയിൽ നിന്ന് കഴിക്കാം. ഞങ്ങളങ്ങോട്ട് കൊണ്ടുവന്ന് ചപ്പാത്തിയും ചിക്കനൊക്കെ കൊണ്ടുവന്ന് കഴിച്ചു. ഇനി ഞങ്ങൾ പയ്യെ കുറച്ച് നേരം ഈ ലേക്കിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ക്യാബിനിലേക്ക് പോകാനാണ് ഇരിക്കുന്നത്. കുട്ടികൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട് ഫാമിലിയുണ്ട്. അപ്പം കുട്ടികളെല്ലാവരും കൂടെ ഈ പ്ലേ ഏരിയയിൽ വന്നിരിക്കുകയാണ്. എനിക്ക് എവിടെ ചെന്നാലും സ്ലൈഡിൽ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്തൊന്ന് നമുക്ക് സ്ലൈഡിൽ കയറ്റി കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇറക്കാമെന്ന്. അപ്പം നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഡീപ്പ് ക്രേക്ക് ഇവിടെ നിന്നിട്ട് ഒരു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ക്യാബിനിൽ പോവും. അവിടെ നിന്ന് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ പോകണം. എന്നിട്ട് വീണ്ടും നാളെ രാവിലെ ചെക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ വരാം. കാരണം ഇവിടെ നിന്ന് 3 hours ദൂരേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബീച്ച്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബീച്ചിനുള്ളൊരു സൗകര്യമുണ്ട്. നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാം. ഞങ്ങളിപ്പം ചെറിയതായിട്ട് ഇറങ്ങാനായിട്ടുള്ളൊരു പ്ലാനുണ്ട്. എങ്കിലും മെയിൻലി നമ്മുടെ ഒരു പ്ലാൻ നമ്മുടെ ക്യാബിനിൽ പോയി കുറച്ച് റിലാക്സ് ചെയ്യാനായിട്ട് ഒരുപാട് നേരം ഇന്നിവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ കയാക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. കുറച്ചിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫിഷിങ്ങും ചെയ്യാം. പല കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇപ്പം നാളെയുമായിട്ട് ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ക്യാബിനിലേക്ക് പോകാൻ പോകണം. അപ്പം ആ ക്യാബിൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ഓഫീസാണ്. ഇവിടെ വന്ന് വേണം നമുക്ക് അപ്പം ഇപ്പം നമ്മൾ കീ മേടിക്കാൻ കയറാൻ പോവാം. കീ വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ക്യാബിനിലേക്ക് പോകും. ഇപ്പം നമ്മുടെ ഈ ഒരു ക്യാബിനിലേക്ക് കയറാൻ പോവാം. എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലേസിലൊക്കെ നിൽക്കാൻ. നമുക്ക് ഡെയിലി ലൈഫിലുള്ള സ്ട്രെസ്സൊക്കെ മാറ്റാനായിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല ഒരു എൻവയറോൺമെൻറ്റാണ് ക്ലോസ് ടു നേച്ചർ. നാച്ചുറൽ വാട്ടറിൻ്റെ ആ ഒരു ലേക്സോ പോൺസ് ഓഷ്യൻസ് അതിനടുത്ത്, അതുപോലെ തന്നെ ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ. അപ്പോൾ ഇത് ഈ ഒരു ഫോറസ്റ്റിനകത്താണ് ഈ ഒരു ക്യാബിൻ. അപ്പം നമ്മൾ ആദ്യം കണ്ട ആ ഒരു ക്യാബിനുള്ളൂ, അതിൽ 4 പേർക്ക് കിടക്കാനായിട്ട് 4 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ ഓർത്തു. നമ്മൾ ആദ്യം കാണിച്ചത് ഫ്രണ്ടൊക്കെ താമസിക്കാമെന്നും, എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് മുമ്പേ കാണിച്ചത് അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ അല്ലേ? കാരണം എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം എന്താ പറയുക, എനിക്കറിയത്തില്ല എങ്ങനെ പറയണം എന്നുള്ളത്. അപ്പം നമുക്ക് ഇത് തുറന്ന് കാണാം. ഇത് വലിയ ക്യാബിൻ. ഇവിടെ 3 ബെഡ്സ് ഉണ്ട്, അതാണ് മുമ്പേ പറഞ്ഞത്. ഇവർക്ക് ഇവിടെ നിൽക്കാം, കാരണം 2 കുട്ടികളുണ്ട്.
അപ്പം നമ്മുടെ ക്യാബിൻ മുമ്പേ കാണിച്ചു. എന്നാലും നമ്മൾ എല്ലാം നോക്കി എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ബാഗേജൊക്കെ എടുത്തുകൊണ്ട് വന്നു. അനിൽ തുറന്നു, പൊന്നിനി കയറി, ഞാനും അങ്ങോട്ട് കയറുകയാണ്. അപ്പം നമുക്ക് ക്ലിയറായിട്ട് കാണാം. ഇവിടെ നമുക്ക് ഫോണിന് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ല. നമുക്ക് വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്ന ഫോണിൻ്റെ ഡേറ്റ ഒന്നും അവൈലബിൾ അല്ല. കാരണം അത്രയ്ക്കൊരു റൂറൽ ഏരിയ ആണല്ലോ. ഇങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കയറി വരുന്നിടത്തൊരു ചെറിയ കിച്ചൺ, കുറച്ച് വെസൽസും കുക്ക്വെയർസും ഒക്കെ ഉണ്ട്. കോഫി ഉണ്ടാക്കാനോ വെള്ളം തിളപ്പിക്കാനും ചെറിയ ചെറിയ ഇതൊക്കെയുണ്ട്. പിന്നെ ഒരു ഓവനുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് റെസ്റ്റ് റൂം, തീരെ കുഞ്ഞൊരു റെസ്റ്റ് റൂം. അത് കഴിഞ്ഞ് ഇവിടെ 3-4 പേർക്ക് വേണമെങ്കിൽ ഇരുന്നൊരു കോഫി കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു മുകളിൽ കയറി ഒരു ബെഡ്, പിന്നെ വേറൊരു ബെഡ്. പിന്നെ ഇവിടെ ഞാൻ മറ്റേ ക്യാബിനിൽ കാണിച്ച പോലെ തന്നെ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. അപ്പോൾ ഇവിടെ വൈകിട്ടൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. പക്ഷേ മൃഗങ്ങൾ, കരടിയൊക്കെ ഉള്ള സ്ഥലം, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇരിക്കാനായിട്ട് അവർ നമ്മളോടതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബസ്സൊക്കെ ഇറങ്ങുമ്പോൾ ഒത്തിരി നേരെ ഇരിക്കാനൊരു ചെറിയ പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മഴയുണ്ട്. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് ഡ്രിസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മഴയിൽ നനഞ്ഞ് നമ്മുടെ ചെറിയ കാട്ടിനകത്തൂടെ നടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഓർത്തു ഈ നമ്മൾ വന്ന വണ്ടി ഇങ്ങനെ ഓരോ ക്യാബിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒത്തിരി ഗസ്റ്റാണല്ലോ. അപ്പോൾ എല്ലാ ക്യാബിൻ്റെ മുമ്പിൽ ഇങ്ങനെ വണ്ടി കിടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മറ്റ് പലർക്കും ബുദ്ധിമുട്ടൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടിയുടെ മാനേജ്മെൻറ്റ് നമ്മളോട് പറഞ്ഞു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ അവരുടെ ഓഫീസിൻ്റെ അവിടെ ഈ കാറ് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനായിട്ടും പോയി. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൂൺ ഷാഡോ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ റെസ്റ്റോറൻറ്റാണ്. അപ്പം അവിടെ ആണ് നമ്മൾ എത്തിയിരിക്കുന്നത്.